അല്ലാഹു തആല ഖബറിന്റെ ഉള്ളിൽ ചോദ്യം ചെയ്യാതെ രക്ഷ നൽകുന്ന ചില വിഭാഗങ്ങളുണ്ട്. അല്ലാഹു തആല അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. നന്നായിട്ട് ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. ശുഹദാക്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ശുഹദാക്കൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്മാരുടെ രക്തസാക്ഷികളുടെ ഒന്നും ശരീരത്തിന് അല്ലാഹു തആല മണ്ണുമായിട്ട് ഒരു ബന്ധവും നൽകുകയില്ല എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുക. അങ്ങനെയാണ്. അതിനുള്ള തെളിവുകളുണ്ട്. പാകിസ്ഥാനിന്റെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വിഖ്യാതനായ ഒരു പണ്ഡിതനുണ്ട്, മുഫ്തി മുഹമ്മദ് തഖി ഉസ്മാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. പാകിസ്ഥാനിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഒട്ടനേകം ഗ്രന്ഥങ്ങൾ, പഠന ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ അദ്ദേഹം ഇറാഖ് സന്ദർശിച്ച ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇറാഖ് ബഗ്ദാദിന്റെ പരിസരത്തുള്ള സൽമാൻ ജുമാ മസ്ജിദിന്റെ സമീപത്ത് ഞങ്ങൾ പോയപ്പോൾ ആ പള്ളിയുടെ മുൻപിൽ ഞങ്ങൾ രണ്ട് ഖബറുകൾ കണ്ടു. ഒന്ന് സഹാബിയായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറായിരുന്നു. മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഈ സൽമാൻ ജുമാ മസ്ജിദിന്റെ മുമ്പിലുള്ള ഈ ഖബറുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ എത്തിയത്. അതിനു മുൻപ് ആ ഖബർ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഖബറുകൾ ഉണ്ടായിരുന്നത് ടൈഗ്രീസ് നദിയുടെ ഏതാനും വാര അപ്പുറത്തായിരുന്നു. ആ കാലഘട്ടത്തിൽ 1960 കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് മുഫ്തി മുഹമ്മദ് തഖി ഉസ്മാനി എഴുതുന്നു. ആ കാലഘട്ടത്തിൽ ഇറാഖിന്റെ ഭരണസാരഥ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇറാഖിന്റെ ഭരണാധികാരികൾ ആ സന്ദർഭത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഈ രണ്ട് സ്വഹാബികളും അവരുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ ഖബറുകളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം. ഖബറിന്റെ ഉള്ളിലേക്ക് വെള്ളം ഊർന്നു വരുന്നുണ്ട്. അവരാദ്യം സ്വപ്നം അവഗണിച്ചു. പിന്നെ അവർ തീരുമാനിച്ചു, സ്വപ്നമാണല്ലോ, പരീക്ഷിച്ചു നോക്കാം. പണ്ഡിതന്മാരോട് ചർച്ച ചെയ്തു. പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും സൽമാൻ മസ്ജിദിന്റെ പരിസരത്ത് രണ്ട് ഖബറുകൾ ഒരുക്കി. ഒരു ഹജ്ജ് കഴിഞ്ഞ സമയമാണ്. ജനങ്ങൾ, ലോകം മുഴുവൻ ഈ വിവരം അറിയിച്ചു. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് ഖബറടക്കം ചെയ്ത രണ്ടുപേരുടെ മയ്യിത്തുകൾ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന വിഖ്യാതനായ സ്വഹാബിയുടെയും അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെയും മയ്യിത്തുകൾ ഖബറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന രംഗം കാണാൻ പരിസര പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി. ഖബറങ്ങ് തുറക്കേണ്ട താമസം. ഒരു കേടുപാടും പറ്റാത്ത രണ്ട് മയ്യിത്തുകൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. രണ്ട് മൃതശരീരങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ മയ്യിത്തുമായിട്ട് വലിയ സൗഭാഗ്യമല്ലേ. രണ്ട് സ്വഹാബികളുടെ മയ്യിത്തിനെ അവർ അനുധാവനം ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ. ഇന്ത്യയിൽ നിന്ന് പോയ അദ്ദേഹം എഴുതുകയാണ്, ഇന്ത്യയിൽ നിന്ന് അന്നവിടെ ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട പഠനം നടത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരുടെയും കണ്ണുകൾ അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹം എഴുതി വെച്ചു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ കണ്ണിലുണ്ടാകുന്ന ഒരു പ്രത്യേകമായ തിളക്കമുണ്ട്. ആ തിളക്കം ഇത്രയധികം കൊല്ലം കഴിഞ്ഞിട്ടും ഈ മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ മുസ്ലിം ആവുകയും ചെയ്തു. നോക്ക് നിങ്ങൾ, ഇന്ന് സൽമാൻ മസ്ജിദിന്റെ അടുക്കലാണ് ഈ ഖബറിടമുള്ളത്.